എപ്പോഴും അസുരന്മാർക്ക് അമരത്വമാണ് അവർ ചോദിക്കുക, അത് കിട്ടുകയുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ആദ്യം അമരത്വം ചോദിച്ച് കൊടുക്കാൻ നിർവാഹമില്ല എന്ന് വരുമ്പോഴേക്കും ഇവർ ചോദിക്കുന്ന ഏതാണ്ട് അതേമാതിരിയിലുള്ള വരം കൊടുക്കാൻ ഈ ദേവന്മാര് തയ്യാറാകും. കാരണം ഭക്തൻ എന്നുള്ള ഒരു പരിഗണന മാത്രമാണ് ആ സമയത്ത് ഉണ്ടാവുക. അങ്ങനെ മഹേശ്വരനിൽ നിന്ന് ഒരു വരപ്രസാദം വാങ്ങിക്കുകയാണ്. ഒരാൾ പറയുക പിന്നെ എനിക്ക് മരണമുണ്ടാകാൻ പാടില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഒരു ശിശുവിൽ നിന്ന് മാത്രമേ എനിക്ക് 7 ദിവസം പ്രായമുള്ള അത്രയുമേ പ്രായമാകാവൂ, ശിശുവിൽ നിന്ന് മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവുള്ളൂ എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും ഓരോ വരം. പിന്നെ ഒരാള് ശിവന്റെ ശൈവാംശത്തിൽ നിന്ന് മാത്രമേ എനിക്ക് മരണം സംഭവിക്കാവുള്ളൂ. ഇങ്ങനെയുള്ള വരങ്ങൾ 3 പേരും വരങ്ങൾ വാങ്ങിക്കുക ചെയ്യുന്നത്. അപ്പോൾ വരമൊക്കെ കിട്ടി. അപ്പോൾ സന്തോഷമായി. കാരണം ഇനി മൂന്നാമത്തെ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ത്രിലോകങ്ങളെയും ജയിക്കാൻ സാധിക്കണം, ത്രിലോകങ്ങളുടെ അധിപനായി തീരണം. ദേവന്മാരുടെ വരം കൊടുക്കുന്ന കഥയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇവരെന്താ ദേവന്മാരല്ലേ, ഇവർക്കൊന്നും ആലോചിച്ച് കൊടുത്താൽ പോരെ എന്നൊക്കെ അല്ലേ. ആലോചിക്കുകയൊന്നുമല്ല, ത്രിലോകങ്ങളുടെ അധിപനായി തീരും എന്നാണ് പറഞ്ഞത്. അത് എത്ര നിമിഷങ്ങളിലേക്കാണെന്ന് പറയുന്നില്ല. ലോകങ്ങളുടെ അധിപനാവുന്നേ പറഞ്ഞിട്ട്. പക്ഷെ ഇവരുടെ ഈ ആസുരീയത ഉള്ളത് അധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകുകയുമില്ല. സ്വതവേ തന്നെ മനുഷ്യരുടെ സംഭാഷണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ 2 പേര് തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റേയാള് സംസാരിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ളതല്ല നമ്മൾ കേൾക്കുക. നമ്മുടെ അകത്ത് എന്താണോ ഉള്ളത് അതിനോട് ചേർത്തിട്ടാണല്ലോ നമ്മൾ കേൾക്കുക. മറ്റേയാൾ പറഞ്ഞതിന്റെ വ്യക്തമായ അർത്ഥമല്ല നമുക്ക് മനസ്സിലാവുക, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവരും വിചാരിച്ചത് ലോകങ്ങളുടെ അധിപന്മാരാകും. അതേപോലെ തന്നെ ഈ ശിവന്റെ ശൈവഭക്തരാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹം ഞങ്ങളെ വധിക്കില്ല ഒരിക്കലും. മൂന്നാമത്തേത് 7 ദിവസം പ്രായമായിട്ടുള്ള കുട്ടി പോയിട്ട് 7 ദിവസം പോയിട്ട് 7 വയസ്സായി കഴിഞ്ഞാൽ സാധിക്കില്ല ഈ അസുരന്മാരോട് മല്ലിടാനായിട്ട്, അത് എത്ര ശക്തനായാലും. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഒരാൾക്കും ഇനി ഉപദ്രവിക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് മരണമില്ല എന്ന് തന്നെ ഉറച്ച് ഇവർ പോയിട്ട് ദേവേന്ദ്രനെ യുദ്ധത്തിന് വിളിക്കുകയും ദേവന്മാരുമായിട്ട് യുദ്ധം നടത്തുകയും ചെയ്യുന്നു. ദേവന്മാർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. കാരണം മഹേശ്വരൻ കൊടുത്തിരിക്കുന്ന ദിവ്യായുധങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ കയ്യിൽ, ജയിക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഇവരെ വധിക്കണം എന്നുണ്ടെങ്കിൽ അതും സാധ്യമല്ല. അപ്പൊ അങ്ങനെ ഈ ദേവേന്ദ്രന് ഉൾപ്പെടെയുള്ള ദേവന്മാരെ മുഴുവനും തൻ്റെ സേവകന്മാരാക്കി വെക്കുക ചെയ്യുന്നത്. അപ്പോ എല്ലാ കഥകളിലും നമുക്ക് ഈ ദേവാസുരന്മാരുടെ കഥകൾ നോക്കുമ്പോൾ മനസ്സിലാകും ഈ ദേവഗണങ്ങളില് ത്രിമൂർത്തികൾ പെടുന്നില്ല. ത്രിമൂർത്തികൾക്ക് ഒരു പ്രത്യേക പൊസിഷനാണ്. ബ്രഹ്മാവ്, വിഷ്ണു, അതേപോലെ തന്നെ മഹേശ്വരനും. ഇവരെ ഈ പറഞ്ഞ ദേവഗണങ്ങളിൽ ഒന്നും പെടാതെ തന്നെ അതിനേക്കാൾ ഉയർന്ന ഒരു പദവിയിലുള്ളവരാണ്. അപ്പൊ ബാക്കി ദേവന്മാരെയൊക്കെ സേവകന്മാരാക്കി നിയോഗിക്കും. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അസുരന്മാരുടെ കാവൽക്കാരനായിട്ടും അവരുടെ തോപ്പുകാരായിട്ടും ഇങ്ങനെയൊക്കെ വസ്ത്രങ്ങൾ കഴുകുക, ഇങ്ങനെയൊക്കെ ഒന്നും നമുക്കത് സങ്കല്പിക്കാൻ സാധിക്കില്ല. അതേപോലെയുള്ള ഈ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴേക്കും ദേവന്മാർ പറയും ഇത് ശരിയാവില്ല, നമുക്കിനി എന്താ ചെയ്യാ. അപ്പോ എന്നിട്ട് ബ്രഹ്മാവിനെ സമീപിക്കുക ചെയ്യാം. ബ്രഹ്മാവിനെ സമീപിക്കുമ്പം ബ്രഹ്മാവ് പറയും അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം വരം കൊടുത്തിരിക്കുന്നത് മഹാദേവനല്ലേ. അപ്പോ അദ്ദേഹം വരം കൊടുത്തു എങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു പോംവഴിയും കൂടി ഉണ്ടാകും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആ പോംവഴി എന്താണ് എന്നുള്ളത് ഒന്ന് നടപ്പിലാക്കാനായിട്ട് അദ്ദേഹത്തോട് പറയാൻ നല്ലത്, മക്കളെ എനിക്കിതിൽ പങ്കില്ല എന്ന് പറയും. അങ്ങനെ മഹേശ്വരന്റെ അടുത്ത് ചെല്ലും. മഹേശ്വരന്റെ അടുത്ത് ചെല്ലുമ്പോ പറയും അപ്പോ ഇതിങ്ങനെ ഒരാള് പുറപ്പെട്ട് 2 ആള് പുറപ്പെട്ട് പിന്നെ ഒരു ഗ്രൂപ്പ് ആവുകയാണ്. ബ്രഹ്മദേവൻ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘം, അതിൽ മഹർഷിമാരുണ്ട്. എല്ലാവരെയും, കാരണം ഇവര് ത്രിലോകങ്ങളുടെ അധിപന്മാരെ ആസുരീയ ശക്തി അടക്കി വാഴുകയാണ് ചെയ്യുന്നത്. അതില് ഈ മഹേശ്വരനെ സമീപിച്ച സംഘത്തിൽ ദേവന്മാരുണ്ട്, ഋഷിമാരുണ്ട്, സജ്ജനങ്ങളായിട്ടുള്ള എല്ലാവരും ഉണ്ട്. അപ്പൊ അങ്ങനെ മഹാദേവന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മഹാദേവൻ പറയും തീർച്ചയായിട്ടും ഞാൻ അതിനൊരു പോംവഴി കണ്ടിട്ട് തന്നെയാണ് വരം കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ കുറച്ചൊന്ന് കാത്തിരിക്കൂ എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ സ്വതവേ പഞ്ചമുഖനാണ്, അങ്ങനെയാണ് പറയുക. 5 മുഖങ്ങളാണുള്ളത്. അത് കൂടാതെ
ആ സമയത്ത് ആറാമതൊരു മുഖം കൂടി, താഴേക്ക് നോക്കുന്ന രീതിയിൽ ഒരു മുഖം കൂടി ഉണ്ടായി. ഈ മുഖം ശരിക്കും നമ്മൾ പിക്ചറുകളിലൊന്നും അത്രയ്ക്ക് കാണില്ല, പടങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല. അതധികം അങ്ങനെ വരയ്ക്കാനോ ഒന്നും ശ്രമിക്കാറില്ല ആരും. കാരണം അത് ദേവന്മാർക്ക്, അതുപോലെ യോഗികൾക്ക്, സിദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ അത് ദൃശ്യമാവുള്ളൂ എന്ന് പറയുന്നു മഹാദേവന്റെ ആറാമത്തെ മുഖം. അങ്ങനെ ഈ 6 മുഖങ്ങളിൽ നിന്നുമുള്ള അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ, നേത്രത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മുഴുവൻ ശക്തിയും ഉൾക്കൊള്ളുന്ന ഓരോ ബിംബങ്ങൾ, അല്ലെങ്കിൽ ഓരോ ബോള് രൂപത്തിലുള്ള ഒരു ഗോളങ്ങൾ പുറപ്പെട്ടു എന്നാണ് പറയുക. അപ്പൊ അങ്ങനെ ഈ ഗോളങ്ങൾ, ഈ തീ അഗ്നിഗോളം എന്നൊക്കെ പറയുന്ന അത്യധികം മഹാദേവന്റെ തേജസ്സിനെ മുഴുവനും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ഗോളങ്ങൾ. അങ്ങനെ 6 മുഖങ്ങളിൽ നിന്നും, 6 നേത്രങ്ങളിൽ നിന്നും 6 ഗോളങ്ങളും ഉണ്ടായി. അപ്പോ ഈ ഗോളങ്ങളെ സത്യത്തിൽ ഈ പ്രപഞ്ചത്തിന് താങ്ങാവുന്നതിൽ കവിഞ്ഞ ശക്തിയാണ് ഇതിനുള്ളത്. അപ്പോ ഇനിയിപ്പോ എന്താ ചെയ്യുക? അപ്പോഴേക്കും ഒരു അശരീരിയും വരുന്നു. ഇതിൽ നിന്നും ഉണ്ടാകുന്ന ശിശുവാണ് ഈ താരകാസുരനെ നിഗ്രഹിക്കുക എന്നൊരു അശരീരിയും കൂടി വന്നു. അപ്പൊ ഇതിൽ നിന്നും ശിശു ഉണ്ടാകണം ഇനി. അപ്പൊ ഇതിനെ അഗ്നിദേവന്റെയും വായുദേവന്റെയും കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, നിങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് ഗംഗാദേവിയെ ഏൽപ്പിക്കണം. കാരണം മറ്റാർക്കും ഇത് താങ്ങാൻ പറ്റില്ല. അപ്പോൾ മഹാദേവന്റെ ശിരസിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയ്ക്ക് മാത്രമേ ഈ ശക്തി താങ്ങാൻ സാധിക്കുള്ളൂ. മഹാദേവനെ തന്നെ എപ്പോഴും തണുപ്പിച്ച് നിർത്തുന്നത് ഈ ഗംഗാദേവിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്ന ഈ തേജസ്സിനെയും ഉൾക്കൊള്ളുവാനുള്ള ശക്തി ഗംഗാദേവിക്കുണ്ട്. അങ്ങനെ ഗംഗാദേവിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഗംഗാദേവി ഇതിനെ കൊണ്ടുപോയിട്ട് ശരവണക്കാട്ടിൽ കൊണ്ടുപോയി, അവിടെ ഈ ശരവണക്കാട്ടിൽ ഒരു ശരവണ പൊയ്കയുണ്ട്, താമര പൊയ്കയാണ്. ആ താമര പൊയ്കയിൽ കൊണ്ടുപോയിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും സഹസ്രദള പത്മം, 1000-ലധികം ദളങ്ങളോടുകൂടെ വലിയ പത്മങ്ങൾ അവിടെ ഉണ്ടാകും, വിടർന്ന് നിൽക്കുന്നുണ്ടാകും. ഈ 6 പത്മങ്ങളിലുമായിട്ട് ഈ 6 തേജോഗോളങ്ങളെ നിക്ഷേപിക്കും. ഈ പത്മത്തിലേക്ക് ഇത് തൊട്ട മാത്രയിൽ ഇത് തേജോരൂപമായിട്ടുള്ള, അത്യധികം കൗതുകം തോന്നുന്ന സുന്ദരമായിട്ടുള്ള ശിശുക്കളായിട്ട് മാറുക ചെയ്യുന്നത്, കുട്ടികൾ. ഇപ്പൊ നമുക്ക് ഞാൻ ഈ കഥയൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ, പണ്ട് കഥകളായിട്ടാണ് കേൾക്കാറ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നും, ഒരു പക്ഷേ ഈ ഫെർട്ടിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഈ താമര വിത്തുക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ഔഷധങ്ങളോ ഒക്കെ ഒരു പക്ഷേ വളരെ ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ. കാരണം ഇതിനെ കഥകൾ മാത്രമായിട്ട് കേട്ട് വിട്ടത് കൊണ്ട് പ്രയോജനമില്ലല്ലോ. അപ്പോ തത്വത്തെ നമ്മൾ സ്വീകരിക്കുക. അതന്നെ. അപ്പൊ എന്തിനായാലും ഈ താമരപ്പൂവിൽ ഇങ്ങനെ 6 ശിശുക്കൾ ഉണ്ടായി. അപ്പൊ അതികോമളന്മാരായിട്ടുള്ള ശിശുക്കളാണ്. അപ്പൊ ആ സമയത്ത് കാർത്തിക ദേവസ്ത്രീകളായിട്ടുള്ള, ഗന്ധർവ സ്ത്രീകളായിട്ടുള്ള കാർത്തിക കന്യകമാര് ആ വഴിക്ക് വരികയും ഈ കുഞ്ഞുങ്ങളെ കണ്ട് അതികൗതുകത്തോട് കൂടിയിട്ട് 6 പേരാണ് ഉണ്ടായിരുന്നത്. ഈ 6 ശിശുക്കളെ ഓരോരുത്തരും ഓരോ ശിശുക്കളെ ആയിട്ട് എടുത്ത് ലാളിച്ച് മുലയൂട്ടുകയും ഒക്കെ ചെയ്ത് അവർ അത്യധികമായിട്ടുള്ള ആനന്ദം അനുഭവിച്ചു. അപ്പൊ ഈ സമയത്താണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഉണ്ടായി, കുട്ടികളുടെ കരച്ചിലൊക്കെ കേട്ട് ചിരിയും കളികളൊക്കെ. അപ്പൊ ആ സമയത്ത് തന്നെ അഗ്നിദേവനും വായുദേവനും അവിടെ എത്തിച്ചേർന്നു. ഗംഗാദേവി വന്നു. ഇങ്ങനെ ശരവണദേവി വന്നു. ശരവണക്കാട്ടിലാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പൊ ശരവണദേവി വന്നു. അതേ സമയത്ത് തന്നെ മഹാദേവനും പാർവതി ദേവിയും കൂടി വന്നു. അപ്പോ മറ്റൊരു രീതിയിലും ഈ കഥ പറയുന്നത്, ഇത് ഏതാണ് ഈ ശിശുക്കൾ ഒരേപോലെ ഇരിക്കുന്ന 6 ശിശുക്കൾ ആരാണെന്നൊക്കെയുള്ള അന്വേഷണത്തിൽ അത് ഒടുവിൽ മഹാദേവനോട് ചെന്ന് ചോദിക്കുകയും പാർവതി ദേവി കുഞ്ഞുങ്ങളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. കാരണം ഈ കുഞ്ഞുങ്ങളെ കണ്ടു കഴിഞ്ഞാലാണ് ഇത് ആരുടെ കുട്ടികളാണെന്ന് നിശ്ചയിക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ഈ പാർവതി ദേവി മഹാദേവൻ എത്തിയത് എന്നൊക്കെ കഥ പറയുന്നുണ്ട്. അങ്ങനെ ഈ കഥകള് എന്തെന്നെയായാലും ഇത്രയും ആളുകൾ അവിടെ എത്തി. ഓരോരുത്തരും അവകാശം ഉന്നയിക്കാൻ തുടങ്ങി കുഞ്ഞുങ്ങളിൽ. കാരണം എല്ലാവർക്കും ഇതിൽ റോളുണ്ട്. മഹാദേവന്റെ തേജസ്സാണ് പിന്നെ അഗ്നിദേവന്റെയും വായുദേവന്റെയും കയ്യിലാണ് കൊടുത്തുവിട്ടത്. അത് കൊണ്ടുപോയിട്ട് ഗംഗാദേവിയിലാണ് നിക്ഷേപിച്ചത്. ശരവണ പൊയ്കയിലെ, അപ്പോൾ ശരവണക്കാട്ടിലെ ശരവണ പൊയ്ക, കാർത്തിക, ഇവർക്ക് എല്ലാവർക്കും
ഈ കുഞ്ഞുങ്ങളിൽ അവകാശമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശി ആരാണ് എന്നുള്ള ആ ഒരു ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പാർവതി ദേവി ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വാത്സല്യം കൊണ്ട് അവരുടെ ആ മാതൃത്വം അങ്ങനെ കൈ നീട്ടിയപ്പോഴേക്കും വേഗം പാർവതി ദേവിയുടെ അടുത്തേക്ക് ഈ കുഞ്ഞ് വന്നു. അപ്പൊ കുഞ്ഞുങ്ങള് 6 കുട്ടികളും കൂടി അവരുടെ ശരീരങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒറ്റ ശരീരമാവുകയും 6 മുഖങ്ങൾ നിലനിൽക്കുകയും ചെയ്തു. അപ്പൊ അതിലും വേറൊരു കഥയുടെ വേറൊരു വേർഷൻ ഉണ്ട്. 6 ദേവത, ഈ കാർത്തിക ദേവതമാരുണ്ടല്ലോ, ഗന്ധർവ കന്യകമാര്, ഇവരെ 6 പേരും വിളിച്ചപ്പോഴത്തേക്കും 6 ഭാഗത്തേക്കും കുട്ടി നോക്കിയത് കൊണ്ട് 6 മുഖങ്ങൾ ഉണ്ടായി എന്നുള്ള അങ്ങനെയും ഒരു കഥ പറയാനുണ്ട് കേട്ടോ. എന്തായാലും പാർവതി ദേവിയുടെ കയ്യിലേക്ക് 6 മുഖങ്ങളുള്ള ഈ അറുമുഖനായിട്ടാണ് ഈ ശിശു വന്നത്. അങ്ങനെ പാർവതി ദേവി കുഞ്ഞിനെ എടുത്തിട്ട് അപ്പോഴേക്കും ശിവന്റെ തേജസ്സിൽ നിന്ന് തന്നെ 2 ദേവന്മാര് കൂടിയിട്ട് വീരബാഹുവും അദ്ദേഹത്തിന്റെ ഒരു അനുയായിയായിട്ടുള്ള ഒരു വീരബാഹു ആണെന്ന് തന്നെയാണ് ഓർമ്മ കേട്ടോ. അങ്ങനെ 2 പേര്, 2 ദേവാംശമുള്ള 2 പേര് അവിടെ എത്തിച്ചേരുകയും ഭഗവാൻ ഈ കുട്ടിക്ക് എപ്പോഴും തുണയായിട്ട് നിങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് ഈ 2 ദേവാംശമുള്ള 2 പുരുഷന്മാരെ കൂടി എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്തായാലും ഈ പാർവതി ദേവി കുഞ്ഞിനെയും എടുത്ത് കൈലാസത്തിലേക്ക് പോന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പാർവതി ദേവി ഈ കുഞ്ഞിനെ നോക്കുമ്പോഴേക്കും അത്യധികം വാത്സല്യം തോന്നുന്നുണ്ട്. അതേസമയം ഈശ്വര, ഈ കുട്ടി 6 മുഖങ്ങളല്ലേ ഉള്ളത്, അപ്പോ ഇങ്ങനെയല്ലാതെ ഒരു സാധാരണ കുഞ്ഞിനെ പോലെ എന്റെ അപ്പൊ മഹാദേവന്റെ അംശമാണ് ഇതെന്ന് പാർവതി ദേവിക്ക് അറിയാവുന്നത് കണ്ട തന്നെ എന്റെ കുട്ടി എന്നുള്ള കാരണം പെട്ടെന്ന് കയ്യിലോട്ട് വരികയും ചെയ്തു. അപ്പോ അങ്ങനെ ദേവി 6 മുഖങ്ങളുള്ളത് സാധാരണ ശിശുവിനെ പോലെ ഒന്നായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച മാത്രമേ ഈ മുഖങ്ങളെല്ലാം കൂടി ഒന്നു ചേർന്ന് സാധാരണ ഒരു ശിശുവിന്റെ രൂപത്തിലായി. ഇതാണ് സ്കന്ദന്റെ, അറുമുഖന്റെ, കുമാരന്റെ, ഗുഹന്റെ ഉൽപ്പത്തി കഥയായിട്ട് പറയുന്നത്. വളരെ സന്തോഷം. അതായത് ശരിക്കും ഇതിന്റെ പൂർണ്ണ ഉൽപ്പത്തി എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല. പല കഥകളിൽ നിന്ന് കിട്ടുന്ന സാരാംശം വളരെ ചെറുതായിരിക്കും, പക്ഷെ ഇത് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിഞ്ഞു. ഇനി ഈ പറയുന്ന സ്കന്ദ ഷഷ്ടിവ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? അപ്പോ കുട്ടി ഉണ്ടായി. കുട്ടി എന്തായാലും മഹാദേവന്റെയും പാർവതി ദേവിയുടെയും അടുത്തെത്തി സ്കന്ദൻ. അപ്പോ ഇങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും മഹാദേവൻ പാർവതിയോട് പറയുകയാണ്, പിന്നെ ദേവി, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഇതൊരു സാധാരണ ശിശുവല്ല. ഈ കുഞ്ഞിന്റെ, നമ്മുടെ പുത്രന്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ദേവിക്ക് അറിയാമല്ലോ. ഈ കുട്ടിയുടെ ജനനത്തിന് ഒരു പ്രത്യേക ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ ഉണ്ട്. അതിനുള്ള സമയം ഇത് ആവുകയാണ്. ഇനി ഒട്ടും താമസിപ്പിക്കരുത്. താരകാസുരന്റെ നിഗ്രഹത്തിന്, താരകാസുരനെ മാത്രമല്ല അദ്ദേഹത്തെ സഹോദരങ്ങളുടെയും കൂടി, ഈ ശൂരപത്മാസുരന്റെയും അതുപോലെ പിന്നെ സിംഹമുഖന്റെയും ഈ 3 അസുരന്മാരുടെയും അവരുടെയും മാത്രമല്ല ഒരുപാട് അസുരീയമായിട്ടുള്ള ശക്തികളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യുവാനാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ അതിനു വേണ്ടി പുറപ്പെടേണ്ട കാലം ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ദേവി പറയോ, ഇത് 3 ദിവസം മാത്രമല്ലേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ, അപ്പൊ ഈ കുഞ്ഞിനെ എങ്ങനെ യുദ്ധമുഖത്തേക്ക് അയക്കും? അപ്പോഴാണ് പറയണത്, ഇത് ദേവി വിചാരിക്കുന്നത് പോലെയല്ല, ജ്ഞാനസിദ്ധിയും ക്രിയാസിദ്ധിയും യോഗസിദ്ധിയും 3ഉം ഒത്തുചേർന്ന കുമാരനാണിത്. അതുകൊണ്ട് ഒട്ടും ആശങ്കപ്പെടേണ്ടതില്ല. മാത്രമല്ല ദേവന്മാരുടെ മുഴുവനും ശക്തി ഈ കുഞ്ഞിലേക്ക്, ഈ ഒരു ശിശുവിലേക്ക് സമ്മേളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ ഈ മകനെ, നമ്മുടെ സ്കന്ദനെ ദേവസേനാധിപനായിട്ട് അഭിഷേകം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുരുക്ഷേത്രത്തിൽ ഒരു തീർത്ഥത്തിന്റെ കരയിൽ വെച്ചിട്ടാണ് ഈ ദേവസേനാധിപനായിട്ട് ഈ കുമാരനെ അഭിഷേകം ചെയ്യുന്നത്. അപ്പോൾ അഭിഷേക സമയത്ത് എല്ലാ ദേവന്മാരും പല രീതിയിലുള്ള സമ്മാനങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നുണ്ട്. മൈര്യനെ നൽകുന്നുണ്ട്, പിന്നെ അതുപോലെ വേല് നൽകുന്നു, മഹാദേവൻ വേല് നൽകുന്നുണ്ട്, ആഭരണങ്ങള്, വസ്ത്രം, പാർവതി ദേവി വസ്ത്രങ്ങൾ നൽകുന്നുണ്ട്. എല്ലാ ദേവന്മാരും, അതൊരു വലിയ പട്ടികയാണ് കേട്ടോ, ആരൊക്കെ എന്തൊക്കെ നൽകുന്നു എന്നൊക്കെ ഉള്ളത്. മഹാവിഷ്ണു ഹാരം നൽകുന്നുണ്ട്,
പതക്കം നൽകുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ദേവന്മാരും സമ്മാനങ്ങളൊക്കെ നൽകി അപ്പോൾ ഓരോ സമ്മാനത്തിലും അതെല്ലാം അതായത് ഒരു ശരീരത്തിൽ അണിയുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ സമ്മാനങ്ങൾ മുഴുവനും ഉള്ളത്. ഇത് മുഴുവൻ ഓരോ ദേവന്റെയും അല്ലെങ്കിൽ ഓരോ ദേവാംശത്തിന്റെയും ശക്തിയും കൂടിയാണ് ഈ കുമാരനിലേക്ക് കിട്ടുന്നത്. അങ്ങനെ യുദ്ധത്തിന് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.